ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വർഷം വരുന്ന വിഷുബലം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിഷുവിൻ്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ മലയാള പുതുവർഷം ആരംഭമാണ്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ഉദിച്ച് 8 നാഴിക 2 വിനാഴികയ്ക്ക്, അതായത് രാവിലെ 9:32 കൊല്ലവർഷം 1201 ആണ്ട് മേടം 1 ആരംഭിക്കുന്നു. കുംഭക്കൂറിൽ വരുന്ന ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും വരാഹകരണവും ശുഭ്രാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് ഇടവ രാശിയോദയ സമയത്ത് ഭൂമി ഭൂതം കൊണ്ടാണ് മേടവിഷു സംക്രമം നടക്കുന്നത്. ഈ വിഷു സംക്രമ ഫലമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. എന്നിരുന്നാലും ചില രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ഏറിയും ചില രാശിക്കാർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞുമുള്ള ഫലങ്ങളൊക്കെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇനി ഒരു രാശിയിൽ വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമത്തിൻ്റെ ഫലമായി അനുഭവപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിച്ച് പറയാം. ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദം, ഈ പറയുന്ന 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും വിഷുബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. പിന്നെ പങ്കാളിത്തത്തിൽ, അതായത് പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ആരംഭിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു സമയമാണ്. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല കാര്യത്തിലും ഉത്കണ്ഠ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് തക്ക സമയത്ത് പരിഹാരം കാണാനൊക്കെ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള ആശയവിനിമയം മികച്ചതായിരിക്കും. പിന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തും. പുതിയ പദ്ധതികൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. കരിയറിലും ജോലിയിലും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത്. ജോലിയിൽ ഉത്തരവാദിത്യങ്ങൾ വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട്. പല കാര്യത്തിലും അംഗീകാരം തേടിയെത്തും. പുതിയ ജോലി അല്ലെങ്കിൽ ഉള്ള ജോലിയിലുള്ള സ്ഥാനക്കയറ്റം എന്നിങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. സ്ഥിരതയും വളർച്ചയും ജോലിയിൽ മേലധികാരികളുടെ പിന്തുണയും ലഭിക്കും. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും അല്പം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അവയെല്ലാം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സഹായിക്കും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായൊരു സമയം തന്നെയാണ്. പ്രണയിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ മാറ്റങ്ങളും അത് വിവാഹത്തിലേക്ക് എത്തിക്കുന്നൊരു സമയവും കൂടിയാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അനുകൂലമായ പല മാറ്റങ്ങളും കുടുംബത്തിൽ സംഭവിക്കും. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ആരോഗ്യത്തെ ഒട്ടും നിസ്സാരമാക്കരുത്. അതുകൂടാതെ പുതിയ ആശയങ്ങൾ വിജയത്തിനുള്ള വഴിയൊരുക്കും. ഇവയെല്ലാം പൊതുവായ ഫലങ്ങൾ മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നിങ്ങൾക്ക് യോഗദശയോ അപഹാരമോ ഒക്കെ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണഫലങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആയി തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതേപോലെ തന്നെ ദോഷഭാവങ്ങളുടെ ബന്ധമുള്ള ഗ്രഹങ്ങളുടെ ദശയോ അപഹാരമോ ഒക്കെയാണ് നടക്കുന്നത് എങ്കിൽ മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങൾക്ക് കുറവും സംഭവിക്കാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.
പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.